ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി, പ്രണയവും വിപ്ലവവും സങ്കടവും ജീവിതവും ഒക്കെ കരകവിഞ്ഞൊഴുകിയ നിരവധി സിനിമാ ഗാനങ്ങളുടെ രചയിതാവും. വയലാർ രാമവർമ്മ എന്ന ആ പ്രതിഭ അത്രയൊന്നും മനോഹരമല്ലാത്ത ഈ തീരം വിട്ടുപോയിട്ട് 35 വർഷങ്ങളാകുന്നു. വാളല്ലൻ സമരായുധമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്റെ ജീവിത ദർശനങ്ങളിൽ നിന്ന് അന്ധവിശ്വാസത്തെയും ദൈവത്തെയും മാറ്റി നിർത്തിയ കവി തൂലിക കൊണ്ട് പൊരുതിയത് സാധാരണ മനുഷ്യരുടെ മോചനത്തിനു കൂടി വേണ്ടിയാണ്. പുരോഗമനപരമായ ആശയങ്ങളും ജീവിത മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാവണം തന്റെ സൃഷ്ടികളെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാടിപ്പതിഞ്ഞ പുരാണ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും തിരിച്ചും മറിച്ചുമിട്ട് മനുഷ്യപക്ഷത്തേക്ക് അദ്ദേഹം മാറ്റി എഴുതിയത്. താടക എന്ന ദ്രാവിഡ രാജകുമാരിയും രാവണപുത്രിയും ഒക്കെ മലയാളി മാറിപ്പടിച്ചത് വയലാറിൽ നിന്നായിരുന്നു. കവിതയ്ക്കപ്പുറം ഒരു വ്യാഴവട്ടക്കാലം സിനിമാ ഗാനങ്ങളെ കവിത പോലെ ആസ്വദിക്കാൻ മലയാളി ശീലിച്ചതും വയലാറിലൂടെയാണ്. ആസ്വാദനത്തിന്റെയും ആനന്ദത്തിന്റെയും ശീതള ഭൂമിയിലേക്ക് കേൾവിക്കാർ വയലാറിനൊപ്പം സഞ്ചരിച്ചു. വയലാർ രാമവർമ്മയുടെ സർഗാത്മക സൃഷ്ടികൾ നമ്മുടെ എഴുത്തു സാഹിത്യത്തിന്റെ പ്രമാണങ്ങളിൽ മികച്ച രീതിയിൽ അടയാളപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈ 2 വരികളിലൂടെ ഹൃദയവും തലച്ചോറും കൊണ്ട് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സ്നേഹപക്ഷത്ത് നിൽക്കുന്ന വയലാർ വായനക്കാരന്റെ ഹൃദയപക്ഷത്താണ് നിൽക്കുന്നത്. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1928 മാർച്ച് 24-നാണ് വെള്ളാരപ്പള്ളി കേരളവർമ്മയുടെയും അംബാലിക തമ്പുരാട്ടിയുടെയും ഏക മകനായി ആലപ്പുഴ ജില്ലയിലെ വയലാറിൽ രാഘവപ്പറമ്പ് കോവിലകത്ത് രാമവർമ്മ തിരുമുൽപ്പാട് എന്ന വയലാർ രാമവർമ്മ ജനിക്കുന്നത്. വിവാഹശേഷം 15 വർഷം കഴിഞ്ഞാണ് കേരളവർമ്മയ്ക്കും അംബാലിക തമ്പുരാട്ടിക്കും രാമവർമ്മ പിറന്നത്. വളരെ നാളത്തെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ശേഷം ലഭിച്ച ആൺകുഞ്ഞിനെ അച്ഛനമ്മമാരും പ്രിയപ്പെട്ടവരും കുട്ട എന്ന് വിളിച്ചു. രാമവർമ്മയുടെ 3-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന അക്കാലത്ത് രാമവർമ്മയുടെയും അമ്മയുടെയും ജീവിതം അമ്മാവന്റെ സംരക്ഷണയിലായി. വേഴപ്പറമ്പിൽ കൃഷ്ണൻ പോറ്റിയായിരുന്നു രാമവർമ്മയെ എഴുത്തിനിരുത്തിയത്. എഴുത്താശാനിൽ നിന്ന് അക്ഷരങ്ങളും പുരാണ കഥകളും പഠിച്ച രാമവർമ്മ 5-ാം വയസ്സിൽ വീടിനടുത്തുള്ള വയലാർ UP സ്കൂളിൽ ചേർന്ന് പഠനം തുടർന്നു. എന്നാൽ അമ്മാവന്റെ നിർദ്ദേശപ്രകാരം സംസ്കൃത പഠനത്തിന് ചേർന്ന രാമവർമ്മ സംസ്കൃതത്തിൽ നല്ല ഭാഷാജ്ഞാനം നേടുന്നു. ഈ സംസ്കൃത ജ്ഞാനം മലയാള ഭാഷയിലെ തന്റെ കാവ്യസപര്യയിൽ രാമവർമ്മയ്ക്ക് വളരെ ഗുണം ചെയ്തു. സംസ്കൃത പഠനം അവസാനിപ്പിച്ച് തുടർ പഠനം നടത്തിയത് ചേർത്തല ഇംഗ്ലീഷ് ഹൈസ്കൂളിലായിരുന്നു. 1948-ലാണ് രാമവർമ്മയുടെ ആദ്യ കവിതാ സമാഹാരമായ പാദമുദ്രകൾ പ്രസിദ്ധീകരിക്കുന്നത്. അക്കാലത്ത് തികഞ്ഞ ഗാന്ധി സ്നേഹിയായിരുന്ന രാമവർമ്മയുടെ ഗാന്ധി ഭക്തി കവിതകളിൽ തെളിഞ്ഞു കാണാമായിരുന്നു. KP തയ്യിൽ പത്രാധിപരായിരുന്ന സ്വരാടിലാണ് ആദ്യ കവിത അച്ചടിമഷി പുരണ്ടത്. കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച ചക്രവാളം എന്ന വാരികയിലാണ് വയലാർ രാമവർമ്മയുടെ 2ാമത്തെ കവിത പ്രസിദ്ധീകരിക്കുന്നത്. അക്കാലത്തെ കവിതകൾ രാമവർമ്മ തിരുമുൽപ്പാട് എന്ന പേരിലായിരുന്നു വയലാർ എഴുതിയിരുന്നത്. വയലാറിന്റെ കവിതകളിലെ സാമൂഹിക പ്രതിബദ്ധതയും പുരോഗമന സ്വഭാവവും മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാവായ സ്റ്റാലിൻ കുമാരപ്പണിക്കർ കൂടുതൽ എഴുതുന്നതിനായി വയലാറിനെ പ്രോത്സാഹിപ്പിച്ചു. തുടർന്ന് ഇടതുപക്ഷത്തിന്റെ അധീനതയിലുള്ള ധാരാളം പ്രസിദ്ധീകരണങ്ങളിൽ വയലാറിന്റെ കവിതകൾ അച്ചടിച്ചു വന്നു. കവിതകളുടെ എണ്ണം കൂടിയപ്പോൾ അദ്ദേഹം ആദ്യത്തെ കവിതാ സമാഹാരത്തിനായി ഒരു പ്രസാധകനെ അന്വേഷിച്ചു. തുറവൂരിൽ മാധവപ്പൈ നടത്തുന്ന നരസിംഹവിലാസം ബുക്ക് ഡിപ്പോയിൽ തന്റെ കവിതകൾ പുസ്തകമാക്കുന്നതിനു വേണ്ടി രാമവർമ്മ സമീപിക്കുന്നു. നരസിംഹവിലാസം ബുക്ക് ഡിപ്പോയാണ് വയലാർ രാമവർമ്മയുടെ പാദമുദ്ര എന്ന ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത്. കവിതകൾ പ്രസിദ്ധീകരിച്ചതിനൊപ്പം മാധവപ്പൈ G. രാമവർമ്മ തിരുമുൽപ്പാട് എന്ന പേര് മാറ്റി കവിക്ക് വയലാർ രാമവർമ്മ എന്ന പുതിയ പേര് നൽകി. അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് സമരത്തിലൂടെ പ്രസിദ്ധമായ വയലാർ എന്ന സ്ഥലനാമം പുസ്തക വിൽപ്പനയ്ക്ക് ഉപയോഗപ്പെടുമെന്ന് നല്ല കച്ചവട ബുദ്ധി ഉണ്ടായിരുന്ന മാധവപ്പൈക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വയലാർ രാമവർമ്മ എന്ന പേരിൽ എഴുതിയ ആദ്യ പുസ്തകമായ പാദമുദ്ര ധാരാളം കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. മാനവികതയ്ക്കും ജീവിത മൂല്യങ്ങൾക്കും വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു കവിയായിരുന്നു വയലാർ. അതിന് തെളിവായി അദ്ദേഹത്തിന്റെ കവിതകളും സിനിമാ ഗാനങ്ങളും
നമ്മുടെ മുന്നിലുണ്ട്. സിനിമാ ഗാനങ്ങളിലും കവിതകളിലും എപ്പോഴും നേരിന്റെയും നിലപാടിന്റെയും ചില സ്വരങ്ങൾ വയലാർ പ്രതിഫലിപ്പിച്ചിരുന്നു. നേരിനെതിരെ ഉദാസീനമായൊരു സമീപനം ഒരിക്കലും വയലാർ സ്വീകരിച്ചിരുന്നില്ല. കവിയിലേക്കും സിനിമ ഗാന രചയിതാവിലേക്കുമുള്ള വയലാറിന്റെ യാത്രയും വളർച്ചയും അത്ര എളുപ്പത്തിലുള്ളതായിരുന്നില്ല. പൂവിതറിയ വഴികളിലൂടെയായിരുന്നില്ല അദ്ദേഹത്തിന്റെ യാത്ര. കവിത കൊണ്ട് ജീവിക്കാനാകില്ലെന്ന് സ്വയം തോന്നിയ സമയത്താണ് വയലാർ കൗമുദി വാരികയുടെ പത്രാധിപരായിരുന്ന കെ ബാലകൃഷ്ണനെ പരിചയപ്പെടുന്നത്. അന്ന് വയലാറിന് 22 വയസ്സാണ് പ്രായം. തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരിക്കുന്ന അന്ന് ഇടതുപക്ഷത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന കൗമുദി വാരികയിൽ കവിതകൾ എഴുതാൻ തുടങ്ങുന്നു. കൗമുദിയിലെ കവിതകളിലൂടെ പ്രശസ്തിയിലേക്ക് പതുക്കെ പതുക്കെ ഉയരുന്ന വയലാർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെയും ഇടതുപക്ഷക്കാരുടെയും പുരോഗമന സ്വഭാവമുള്ളവരുടെയും പ്രിയപ്പെട്ട കവിയായി മാറുന്നു. കൗമുദിയിൽ നിന്നുള്ള പ്രതിഫലം എഴുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന ഒരു ബോധത്തിലേക്ക് വയലാറിനെ മാറ്റിയെടുക്കുന്നു. തുടർന്ന് ഇടതുപക്ഷ നിലപാടുകളോട് അനുഭാവമുള്ള നാടക സംഘങ്ങൾക്ക് ഗാനങ്ങൾ എഴുതാൻ വയലാറിന് അവസരങ്ങൾ ലഭിക്കുന്നു. കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിന്റെ വിശറിക്ക് കാറ്റുവേണ്ട എന്ന നാടകത്തിൽ ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്ന ഹിറ്റ് നാടക ഗാനത്തോടെ വയലാറിന്റെ ഗാനങ്ങളും നാടക സമിതികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി മാറുന്നു. പ്രശസ്തിക്കൊപ്പം ജീവിതവും പച്ചപിടിച്ചു തുടങ്ങുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സർക്കാർ നിരോധിക്കുന്നത്. അതോടെ പല നാടക സമിതികളും അടച്ചുപൂട്ടേണ്ടി വരുന്നു. വരുമാനം നിലച്ച വയലാർ മറ്റൊരു വേഷത്തിൽ ജീവിതത്തോട് സമരം തുടങ്ങി. ജനാധിപത്യം എന്ന പേരിൽ വയലാർ രാമവർമ്മ തന്റെ 23ാമത്തെ വയസ്സിൽ ഒരു മാസിക ആരംഭിച്ചു. 1951 ഏപ്രിലിൽ ആരംഭിച്ച മാസികയുടെ ആദ്യ ലക്കത്തിന് വേണ്ടി കേരളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരും നേതാക്കന്മാരും മറ്റു പല പേരുകളിൽ തൂലിക ചലിപ്പിച്ചു. തുടർന്നുള്ള ലക്കങ്ങളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള അനുകൂല ലേഖനങ്ങളും ഭരണകൂടത്തിന്റെ ഏകാധിപത്യ പ്രവണതകളും പോലീസിന്റെ നിഷ്ഠൂരമായ കടന്നേറ്റങ്ങളുമെല്ലാം മാസികയിൽ എഴുത്തായും കാർട്ടൂണായും വന്നു തുടങ്ങി. തെലങ്കാനയിലെ സമരത്തെ അനുകൂലിച്ച് എഴുതിയ ലേഖനം സർക്കാരിനെ പ്രകോപിപ്പിച്ചു. ജനാധിപത്യമെന്ന മാസിക അധികാരികളുടെ കണ്ണിലെ കരടായി മാറി. 7 ലക്കങ്ങൾ ഇറങ്ങിയ മാസിക സർക്കാർ നിരോധിക്കുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി മാസികയുടെ കോപ്പികൾ പോലീസ് പിടിച്ചെടുക്കുന്നു. വയലാറിന് ഒളിവിൽ പോകേണ്ടി വരുന്നു. മാസികയുടെ ഓഫീസ് പോലീസ് സീൽ വെച്ചു. തുടർന്ന് മാസികയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. അങ്ങനെ വയലാറിന്റെ പ്രഥമ സംരംഭത്തിന് തിരശീല വീണു. നിരോധനം മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീഴിൽ KPSC എന്ന നാടക പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ തോപ്പിൽ ഭാസയ്ക്ക് നാടക ഗാനങ്ങൾ എഴുതാനായി വയലാറിനെ അല്ലാതെ മറ്റൊരാളെ ആലോചിക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന വിപ്ലവ നാടകത്തിലെ ബലികുടീരങ്ങളെ എന്ന ഗാനവുമായി വയലാർ KPSCക്ക് വേണ്ടി പാട്ടെഴുതി തുടങ്ങുന്നു. ബലികുടീരങ്ങളെ എന്ന KPSCയുടെ അവതരണ ഗാനം വയലാർ നാടകത്തിന് വേണ്ടി ആയിരുന്നില്ല ആദ്യം എഴുതിയത്. എറണാകുളത്ത് നടന്ന AITUCയുടെ ദേശീയ സമ്മേളനത്തിന് വേണ്ടി എഴുതിയ ഗാനമായിരുന്നു അത്. ആ ഗാനം വയലാർ എഴുതേണ്ടി വന്നതിന് പിന്നിലും ചെറിയൊരു കഥയുണ്ട്. KPSCയുടെ നാടക ഗാനങ്ങൾ അക്കാലത്ത് എഴുതിയിരുന്നത് ONV ആയിരുന്നു. ONV ദേവരാജൻ കൂട്ടുകെട്ടിലൂടെ KPSC നല്ല ഒരുപിടി ഗാനങ്ങൾ ഒരുക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് കവി എന്ന പേരിൽ ONV അറിയപ്പെട്ടു തുടങ്ങുന്ന കാലം. ആയിടയ്ക്കാണ് അദ്ദേഹത്തിന് മഹാരാജാസ് കോളേജിൽ ജോലി കിട്ടുന്നത്. പ്രൊബേഷൻ പീരിയഡിൽ വിപ്ലവ ഗാനങ്ങൾ എഴുതി അധികാരികളെ മുഷിപ്പിക്കുന്നത് ജോലിയെ ബാധിക്കുമെന്ന് ONVയെ പലരും ബോധ്യപ്പെടുത്തിയിരുന്നു. AITUCയുടെ ദേശീയ സമ്മേളനത്തിന് ONV ദേവരാജൻ ദ്വയത്തിന്റെ പാട്ടാണ് സംഘാടകർ ഉദ്ദേശിച്ചതെങ്കിലും നിലവിൽ ഇത്തരത്തിലൊരു പ്രശ്നമുള്ളതിനാൽ ONV തന്നെയാണ് തനിക്ക് പകരം വയലാറിനെ നിർദ്ദേശിക്കുന്നതും വയലാർ ബലികുടീരങ്ങളെ എന്ന ഗാനം എഴുതുന്നതും. KPSCയുടെ നാടക ഗാനമായി KS ജോർജിന്റെ ശബ്ദത്തിൽ ഏറെ പാടിപ്പതിഞ്ഞ ഈ ഗാനം AITUCയുടെ സമ്മേളനത്തിൽ ആദ്യമായി പാടുന്നത് പിൽക്കാലത്ത് വില്ലൻ വേഷങ്ങൾ കൊണ്ട് മലയാള സിനിമയെ പേടിപ്പെടുത്തിയ ജോസ് പ്രകാശും സംഘവുമായിരുന്നു എന്നത് മറ്റൊരു കൗതുകം കൂടിയാണ്. ചെറിയൊരു കാലയളവിൽ തന്നെ വയലാർ നാടകരംഗത്തെ പ്രധാന ഗാനരചയിതാക്കളിൽ ഒരാളായി മാറുന്നു. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന നാടക ഗാനങ്ങൾ സിനിമാ ഗാനങ്ങളെക്കാൾ ഏറെ ജനശ്രദ്ധ നേടിയെടുക്കുന്നു.
പാടത്തും പണിസ്ഥലത്തും സമരമുഖത്തും വയലാറിന്റെ നാടക ഗാനങ്ങൾ ആളുകൾ ഏറ്റുപാടുന്നു. ബലികുടീരങ്ങൾക്കു ശേഷം അശ്വമേധത്തിലെ ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ, തലയ്ക്കുമീരെ ശൂന്യാകാശം, കതിരുകാണാക്കിളിയിലെ ചക്കരപ്പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാര, വിശരയ്ക്ക് കാറ്റു വേണ്ടയിലെ ഏഴാം കടലിനക്കരയുണ്ടൊരു ഏഴിലം പാല, പറന്നു 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 ചെല്ലാൻ തുടങ്ങിയ ഗാനങ്ങൾ എല്ലാം മലയാളി നെഞ്ചിലെത്തിയവയാണ്. 1956 JD തൊട്ടാൻ സംവിധാനം ചെയ്ത കൂടപ്പിറപ്പ് എന്ന സിനിമയിൽ ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് സിനിമാ ഗാനരംഗത്ത് വയലാർ പ്രവേശിക്കുന്നതായാണ് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടപ്പിറപ്പിലെ 12 ഗാനങ്ങൾക്കും ഈണം പകർന്നത് K. രാഘവനായിരുന്നു. ശാന്ത P. നായർ പാടിയ കൂടപ്പിറപ്പിലെ തുമ്പി തുമ്പി വാവ എന്ന ഗാനം ഇപ്പോഴും ജനഹൃദയങ്ങളിൽ മങ്ങാതെ മായാതെ നിൽക്കുന്നു. കൂടപ്പിറപ്പിന് ശേഷം അവർ ഉണരുന്നു എന്ന സിനിമയിൽ വയലാർ പാട്ടുകൾ എഴുതി. എന്നാൽ ഈ സിനിമയിലെ ഗാനങ്ങൾ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. മാത്രമല്ല പിന്നെ നീണ്ട ഒരു ഇടവേള, ഏകദേശം 5 വർഷക്കാലത്തോളം മലയാള സിനിമാ ഗാനശാഖയുടെ പടിക്ക് പുറത്തു നിൽക്കാനായിരുന്നു വയലാറിന്റെ വിധി. കൂടപ്പിറപ്പിന് മുൻപ് ചിത്രീകരണം നടക്കാതെ പോയ വഴിവിളക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ 5 പാട്ടുകൾ എഴുതിയിരുന്നു. AN തമ്പി നിർമ്മാതാവായും DM പൊറ്റക്കാട് സംവിധായകനായുമുള്ള ഈ സിനിമയിൽ 5 പാട്ടുകളാണ് ഉണ്ടായിരുന്നത്. വിമൽ കുമാർ ആയിരുന്നു സംഗീത സംവിധായകൻ. പൊറ്റക്കാടിനുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ ഈ പ്രോജക്ട് ഉപേക്ഷിക്കുകയായിരുന്നു. 56 മുതൽ 62 വരെയുള്ള 6 വർഷക്കാലം സിനിമാ ഗാനങ്ങളൊന്നും എഴുതിയില്ലെങ്കിലും വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് കേരളം അറിയുന്ന പ്രതിഭകളായി മാറി. 1962 കുഞ്ചാക്കോ ഉദയയ്ക്ക് വേണ്ടി ചെയ്ത ഭാര്യ എന്ന ചിത്രത്തിലേക്ക് പാട്ടുകൾ എഴുതിക്കൊണ്ടാണ് വയലാറിന്റെ രണ്ടാം വരവ്. ഭാര്യ എന്ന സിനിമയിൽ ആകെ 9 പാട്ടുകളാണ് വയലാർ എഴുതിയത്. വയലാർ എഴുതി ദേവരാജൻ ഈണം നൽകിയ 9 പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതും മലയാളികൾ നെഞ്ചേറ്റിയതുമായിരുന്നു. പെരിയാറെ പെരിയാറെ എന്ന ഗാനവും പഞ്ചാര പാലുമുട്ടായി, മുൾക്കിരീടം ഇതെന്തിനു നൽകി, മനസമ്മതം തന്നാട്ടെ തുടങ്ങിയ ഗാനങ്ങളൊക്കെ മലയാളികൾ ഇന്നും പാടുന്നു. ഭാര്യ എന്ന ചിത്രത്തിന് ശേഷം വയലാർ ദേവരാജൻ ജോഡികൾ കുഞ്ചാക്കോ സിനിമകളിലെ സ്ഥിരം ഗാന സംഗീത സാന്നിധ്യമായി. ഇതിനൊപ്പം ഓർത്തെടുക്കാവുന്ന ചെറിയൊരു മധുര പ്രതികാരത്തിന്റെ കഥ കൂടിയുണ്ട്. തുടക്കകാലത്ത് ഇരുവർക്കും ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. 21ാം വയസ്സിൽ പാട്ടെഴുതാൻ അവസരം ചോദിച്ച് തന്റെ മുന്നിലെത്തിയ പൊടിമീശക്കാരനായ വയലാറിനെ കളിയാക്കി ഇറക്കിവിട്ട കുഞ്ചാക്കോ പിന്നെ എത്രയോ കാലം എത്രയോ സിനിമകളിൽ വയലാറിനെ കൊണ്ട് പാട്ടെഴുതിപ്പിച്ചും വയലാറിന് വേണ്ടി വാശി പിടിച്ചും പ്രായച്ചിത്തം ചെയ്തു. മറ്റൊരിക്കൽ അത്രയൊന്നും പ്രശസ്തനല്ലാതിരുന്ന ദേവരാജൻ മാഷിനെ പ്രതിഫലത്തിന്റെ പേരിൽ ഉദയ സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. എല്ലാത്തരം ആളുകൾക്കും ഒരുപോലെ രസിച്ച് ആസ്വദിക്കാൻ കഴിയുന്നതായിരുന്നു വയലാറിന്റെ ഗാനങ്ങൾ. പാണ്ഡിത്യത്തിന്റെ വിളംബരങ്ങൾ സിനിമാ ഗാനങ്ങളിൽ അദ്ദേഹം നടത്തിയില്ല. എല്ലാത്തരം മനുഷ്യരുടെയും വൈകാരികതകളും ബന്ധങ്ങളും പല രീതികളിൽ പല ഭാവങ്ങളിൽ ആ ഗാനങ്ങളിൽ നിറഞ്ഞു നിന്നു. കവിത്വം ചോർന്നു പോകാത്ത ഗാനരചയിതാവായിരുന്നു വയലാർ. 1949 വയലാറിന്റെ ആദ്യ വിവാഹം. ചെങ്ങണ്ട പുത്തൻകോവിലകത്ത് ചന്ദ്രമതി തമ്പുരാട്ടിയായിരുന്നു വയലാറിന്റെ ആദ്യ ഭാര്യ. ഈ വിവാഹത്തിൽ കുട്ടികളില്ലാത്ത കാരണം ഭാര്യയുടെ ഇളയ സഹോദരിയായ ഭാർഗവി തമ്പുരാട്ടിയെ വയലാർ രണ്ടാമത് വിവാഹം കഴിച്ചു. പ്രശസ്ത ഗാനരചയിതാവായ വയലാർ ശരത്ചന്ദ്രവർമ്മയും ഇന്ദുലേഖ, സിന്ധു, യമുന എന്നിവരുമാണ് മക്കൾ. 1961 സർഗസംഗീതം എന്ന കൃതിക്ക് വയലാറിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. 1974 നെല്ല്, അതിഥി എന്നീ ചിത്രങ്ങളിലെ ഗാനരചനയിലൂടെ വയലാർ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം നേടുന്നത്. ഇതിനു പുറമെ 1969, 74, 75 3 തവണ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡുകളും നേടി. 700-ൽ പരം ഗാനങ്ങളാണ് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ നിന്നുണ്ടായത്. 100-ലേറെ ഗാനങ്ങൾ ബാബുരാജിനു വേണ്ടി വയലാർ എഴുതി. ദക്ഷിണമൂർത്തി, രാഘവൻ മാഷ്, അർജുനൻ മാഷ്, RK ശേഖർ, MS വിശ്വനാഥൻ, MB ശ്രീനിവാസൻ, സലിൽ ചൗധരി എന്നിവർക്കൊപ്പം ചേർന്ന് 100 കണക്കിന് ഗാനങ്ങൾ മലയാള സിനിമാ ഗാനശാഖയ്ക്കായി വയലാർ എഴുതി.